വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? 2 തവണ കേരളം ഭരിച്ച പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയാവുമോ? അതോ UDF 2 ടേമിന് ശേഷം അധികാരം തിരിച്ചു പിടിക്കുമോ? ആദ്യമൊക്കെ UDFന്റെ അവകാശവാദങ്ങൾ, അവരുടെ വിജയത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ പലതും ഒരു അതിശയോക്തിപരമാണെന്ന് പലരും ധരിച്ചിരുന്നു. സംസ്ഥാന സർക്കാരാവട്ടെ തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു പലപ്പോഴും ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ താരതമ്യേന ഭരണകക്ഷി MLA-മാരുടെ പ്രകടനങ്ങൾ അത് രാഷ്ട്രീയപരമായിട്ടല്ല, മറിച്ച് അവരവരുടെ മേഖലകളിൽ, അവരവരുടെ മണ്ഡലങ്ങളിൽ അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ളതായിരുന്നു. അല്ലെങ്കിൽ വലിയൊരു ആന്റി ഇൻകംബൻസി MLA-മാരോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു നേട്ടം. പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വരുന്ന വലിയ വലിയ ആരോപണങ്ങൾ, അതിൽപ്പെട്ട് ഉഴലുകയാണ് CPM നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞത് അമേരിക്കയിലേക്കാൾ വലിയ ചികിത്സയാണ് കേരളത്തിൽ കിട്ടുന്നത്, നമ്മുടെ ആരോഗ്യരംഗം മികച്ചതാണ് എന്നൊക്കെയായിരുന്നു CPM-ന്റെ അവകാശവാദങ്ങൾ. ഇപ്പോൾ ഓരോ ദിവസവും ആശുപത്രികളിൽ വരുന്ന ചികിത്സാ പിഴവുകളുടെ, മരുന്നില്ലായ്മയുടെ, ആശുപത്രികളുടെ ശോചനീയാവസ്ഥയുടെ വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ തന്നെ സർക്കാർ വിരുദ്ധ വാർത്തകൾ കൊടുക്കാനുള്ള വ്യാപകമായ ബോധപൂർവമായ ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടാകാം. അതവർക്ക് അതിനുള്ള അധികാരവുമുണ്ട്. പക്ഷേ കേരളത്തിലെ ആരോഗ്യരംഗം അത്ര കിടയറ്റതല്ല എന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ. പല സ്ഥലത്തും മരുന്നില്ല, മരുന്നുള്ള സ്ഥലത്ത് മറ്റ് ചികിത്സാ സൗകര്യങ്ങളില്ല. ഇനി ചികിത്സാ പിഴവുകളുടെ പേരിലുള്ള ആരോപണങ്ങൾ 1 അല്ല 2 അല്ല 3 അല്ല. വേണമെങ്കിൽ നമുക്കതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തള്ളാമായിരുന്നു. പക്ഷെ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സർക്കാരിനെതിരെ വന്നിരുന്ന അഴിമതി ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ശബരിമലയിലെ ജനങ്ങൾക്ക് ഏറ്റവും വൈകാരികമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള വാർത്തകളാണ് ആദ്യം ജനങ്ങളെ ഞെട്ടിപ്പിച്ചത്. കാരണം CPM-ന്റെ പ്രമുഖരായ നേതാക്കന്മാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ ജയിലിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു പലരും. ഈ അവരുടെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി അവരിപ്പോ ഏറ്റവും ഒടുവിൽ ചെയ്തത് ശബരിമലയിലെ തന്ത്രി കണ്ഠര് രാജീവരനെ അകത്താക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അന്നൊക്കെ പലരും അതിനെ ന്യായീകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോ കോടതി വരെ ചോദിച്ചിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ തന്ത്രിയെ യാതൊരു തെളിവുമില്ലാതെ, ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എന്നാണ് കൊല്ലത്തെ വിജിലൻസ് കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തീരുമാനത്തിനെതിരെ ഒരുപക്ഷെ അവർ ഹൈക്കോടതിയിൽ പോയേക്കാം. ഏതായാലും വളരെ ശക്തമായ അടിയാണ് SITക്ക് ഏറ്റിരിക്കുന്നത്. SIT എന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണ സംഘമാണെങ്കിൽ അതിലൊക്കെ പോലീസുകാരാണുള്ളത്. ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് ഇപ്പൊ പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ പറയുന്നത് ശബരിമല യുവതീ പ്രവേശന സമയത്ത് അതിനെതിരായ നിലപാടെടുത്ത, കാരണം യുവതികളെ നിർബന്ധപൂർവം തമിഴ്നാട്ടിൽ നിന്നും അല്ലാതെയും കേരളത്തിലെ ആക്ടിവിസ്റ്റുകളൊക്കെ കൊണ്ടുചെല്ലാൻ വേണ്ടി ബോധപൂർവം സർക്കാർ ശ്രമിച്ച സമയത്ത് അങ്ങനെ അതിനെ എതിർത്ത് നിലപാടെടുത്തത് കൊണ്ട് ആണ് തന്ത്രിയോടുള്ള വിരോധം തീർക്കുകയായിരുന്നു ഈ സമയത്ത് ചെയ്തത്. അതേപോലെ തന്ത്രി വരെ അകത്തായല്ലോ, അപ്പൊ ഞങ്ങളൊന്നുമല്ല കുറ്റക്കാരെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് എന്നാണ് ഇപ്പൊ പ്രതിപക്ഷം ആരോപിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു കാര്യമാണത്. കാരണം ഇത്തരത്തിൽ, അതായത് തങ്ങളുടെ ആളുകൾ തന്നെ, ദേവസ്വം ബോർഡിന്റെ ആളുകളൊക്കെ തന്നെ പണം കൊള്ളയടിക്കുന്നു, സ്വർണം കൊള്ളയടിക്കുന്നു. അപ്പൊ ആ സംഭവത്തിൽ നിന്ന് അവരൊക്കെ അകത്താകുന്ന സമയത്ത് അതിന്റെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത് തന്ത്രിയെ വരെ പിടിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ തന്ത്രിയോടുള്ള തങ്ങളുടെ ദേഷ്യവും തീർത്തതാണോ എന്നുള്ളൊരു വിവരങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പൊ വരുന്നത് ഡാറ്റ ചോർച്ചയാണ്. കാരണം സ്പാർക്ക് ജീവനക്കാരുടെയൊക്കെ ഔദ്യോഗിക സംവിധാനമായ സ്പാർക്ക്, അവരുടെ എല്ലാ വിവരങ്ങളും അതിനകത്താണല്ലോ, അവർക്ക് ശമ്പളം അതുവഴിയാണ് കൊടുക്കുന്നത്. ആ സ്പാർക്കിലുള്ള രേഖകളാണ്, ലക്ഷക്കണക്കിന് ഡാറ്റയാണ് അടിച്ചു മാറ്റി അത് CPM ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഡാറ്റ സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായ രീതിയിലാണ് അവരിതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ആരെങ്കിലും കോടതിയിൽ പോയാൽ അതിനും സർക്കാർ മറുപടി പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒന്നൊന്നായിട്ട് CPM പ്രതിക്കൂട്ടിലാവുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഗുണം UDF-നാണ് കിട്ടുക.
പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഭരണകക്ഷി ഉയർത്തുന്ന ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത് മുസ്ലിം വർഗീയ ശക്തികളുടെ കൈകളിലെ കളിപ്പാവയാണ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിങ്ങളായിരിക്കും അധികാരത്തിൽ വരിക, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന പ്രചരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അപ്പൊ അതിന് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മുമ്പ് ഞങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ ചെയ്യുന്നു, ഇപ്പൊ ഞങ്ങൾ UDF-നാണ് പിന്തുണയ്ക്കുന്നത്, അപ്പൊ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും ഇത് കേരളത്തിലെ ഇലക്ഷനെ ബാധിക്കും എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം വടക്കൻ കേരളത്തിൽ LDF-ന് വലിയ തിരിച്ചടി ഉണ്ടാവും. കാരണം മുസ്ലിം ഏകീകരണം അവർക്ക് UDF-ന് അനുകൂലമായിട്ടാണ് വരിക. കാരണം കഴിഞ്ഞ വർഷം വടക്കൻ ജില്ലകളിൽ 73 സീറ്റിൽ 23 സീറ്റ് മാത്രം കിട്ടിയിരുന്ന UDF-ന് അതൊരു 35-ലൊക്കെ എത്തിക്കാൻ കഴിയും. ഇപ്പം കാസർഗോഡ് ജില്ലയിൽ 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ 2 സീറ്റും അവർക്ക് നിലനിർത്താൻ പറ്റും. ഒരുപക്ഷെ മഞ്ചേശ്വരം BJP പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ 1-2 സീറ്റിൽ മാത്രമാണ് UDF-ന് കൂടുതൽ പിടിക്കാൻ കഴിയുന്നത്, കണ്ണൂരും അഴീക്കോടും. പക്ഷെ അഴീക്കോട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അതേ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ വലിയ നേട്ടം UDF ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ്, കൊടുവള്ളിയും വടകരയും മാത്രമാണ് അവർ ജയിച്ചിരുന്നത്. ഇത്തവണ കുന്നമംഗലത്തും ജയിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ കാന്തപുരത്തിന്റെ പിന്തുണക്കനുസരിച്ചിരിക്കും അത്. തിരുവമ്പാടി അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും, നാദാപുരവും കുറ്റ്യാടിയും പിടിച്ചെടുക്കാൻ പറ്റും, കൊയിലാണ്ടി പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു മത്സരം 5-6 സീറ്റെങ്കിലും, കേവലം 2 സീറ്റിൽ നിന്ന് 6-7-8 സീറ്റ് വരെയൊക്കെ UDF പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാലക്കാട് ജില്ലയിലും ചെറിയ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, തൃശ്ശൂർ ജില്ലയിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ UDF ഏറ്റവും വലിയ നേട്ടം കൊയ്യാൻ പോകുന്നത് മലപ്പുറത്തായിരിക്കും. മലപ്പുറത്തെ 16 സീറ്റിൽ 15 സീറ്റെങ്കിലും UDF പിടിച്ചെടുക്കും. അതേപോലെ തന്നെ വയനാട്ടിലെ 3 സീറ്റും അവർ നേടാനാണ് സാധ്യത. അങ്ങനെ വരുന്ന സമയത്ത് വടക്കൻ കേരളത്തിൽ 35 സീറ്റെങ്കിലും UDF-ന് കിട്ടുമെന്നുള്ള സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയാണ് സർക്കാർ വിരുദ്ധ വികാരം തെക്കൻ ജില്ലകളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശബരിമല തെക്കൻ ജില്ലയിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കും. അതേപോലെ ദിനം പ്രതി സർക്കാരിനെതിരായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗർഭാശയം നീക്കം ചെയ്യപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കത്രിക കണ്ടെടുത്തത് വലിയൊരു വിവാദ വിഷയമായിരുന്നു. അതേപോലെ തന്നെ നിരവധി ആശുപത്രികളിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ തെക്കൻ ജില്ലകളിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല മാത്രം ജയിച്ചിരുന്ന ആലപ്പുഴയിൽ ഹരിപ്പാട്ടെ ആ സീറ്റ് 3-4 സീറ്റ് UDF ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അതേപോലെ മലപ്പുറം ജില്ലയെ പോലെ തന്നെ UDF-ന് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്ന ജില്ലയായിട്ട് എറണാകുളം ജില്ല മാറുന്നു. അവിടെ 10-11 സീറ്റ് വരെ UDF ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഇടുക്കിയിലും UDF നല്ല പ്രകടനം കാഴ്ചവെക്കും. ഒരുപക്ഷെ 1-2 സീറ്റുകൾ ഒഴികെ ഇടുക്കിയിലെ 5 സീറ്റിൽ 3-4 സീറ്റെങ്കിലും UDF നേടാൻ സാധ്യതയുണ്ട്. കോട്ടയത്തും 4-5 സീറ്റ് UDF നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതേപോലെ ശബരിമലയുടെ സ്വാധീനം പത്തനംതിട്ടയിൽ എത്തുകയാണെങ്കിൽ പത്തനംതിട്ടയിലും അട്ടിമറി നടന്നേക്കാം. അതേപോലെ തന്നെയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലും കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയ ജില്ലയാണ് കൊല്ലം. പക്ഷേ PC വിഷ്ണുനാഥും അങ്ങനെ ആണ് കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത്. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ വലിയ തോതിൽ 5-6 സീറ്റെങ്കിലും UDF നേടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ ഒരേ ഒരു സീറ്റ് കോവളത്ത് മാത്രമാണ് UDF ജയിച്ചിരുന്നത്. ഇത്തവണ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും LDF ജയിക്കാൻ കഴിയും എന്ന് പറയാവുന്ന സീറ്റുകൾ 5-6 എണ്ണത്തിൽ ഒതുങ്ങി നിന്നിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ 13 സീറ്റുകൾ നേടിയ LDF-ന് അത് 5-6 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. ഏതാണ്ട് 6 സീറ്റെങ്കിലും UDF എത്തും എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ UDF-ന് ഏതാണ്ട് 70-72 സീറ്റ് കിട്ടുന്ന സ്ഥിതിയിലേക്ക് വരും. ഒരു തരംഗം കൂടി ഉണ്ടാവുകയാണെങ്കിൽ സീറ്റ് കുതിച്ചു കയറാം. അല്ലെങ്കിൽ ഇന്നത്തെ നിലയിൽ UDF-ന് ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പം ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ തന്നെ UDF-ന് അനുകൂലമായിട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ BJP ശക്തമായ സ്വാധീനം കാഴ്ചവെക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഒരുപക്ഷെ ഇവിടെ BJPക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നേമത്താണെങ്കിലും വട്ടിയൂർക്കാവാണെങ്കിലും കഴക്കൂട്ടത്താണെങ്കിലും BJP ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ BJP നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആലപ്പുഴ ജില്ലയിലും BJPക്ക് നല്ല ചില കേന്ദ്രങ്ങളുണ്ട്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ BJP നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതേപോലെ തന്നെ മഞ്ചേശ്വരത്ത് പിന്നെ തൃശ്ശൂർ ജില്ലയിലും BJP നല്ല പ്രകടനമാണ്. ഏതാണ്ട് 5-10 സീറ്റുകൾ BJP വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
അതിന്റെ ഗുണം ആർക്കാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. BJP ഏതായാലും 2-3 സീറ്റെങ്കിലും BJPക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ UDF അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ.